ഹലോ, നമുക്ക് കർണാടകയിലെ ഒരു ജാത്ര കണ്ടു വന്നാലോ? കർണാടകയുടെ ഗ്രാമീണ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ജാത്ര എന്ന് പറയുന്നത്. ജാത്ര എന്നാൽ ഇവിടുത്തെ ഒരു ക്ഷേത്ര ഉത്സവമാണ്. വഴിയിലൊക്കെ ഇതുപോലെ ലൈറ്റ് തൂക്കിയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അമ്പലം. ലക്ഷ്മി ദേവിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ നാടിനെ പറയുന്നത് ലക്ഷ്മി ദേവര ഹള്ളി എന്നാണ്. അപ്പോൾ ഇതുപോലെ നാടൻ കലാരൂപങ്ങളും താളമേളങ്ങളൊക്കെ ചേർന്നതാണ് ജാത്ര എന്ന് പറയുന്നത്. ഭക്തിയും ആഘോഷവും ഒരുമിക്കുന്ന ഈ ഉത്സവങ്ങൾ കർണാടകയുടെ പാരമ്പര്യത്തിൻ്റെ മനോഹരമായ ഭാഗമാണ് കേട്ടോ. ഇതുപോലെ പടക്കങ്ങളും ആകാശപ്പൂത്തിരികളും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു കലാരൂപത്തെ ദൂത്രായ എന്നാണ് കേട്ടോ പറയുന്നത്. ഇതുപോലൊരു മഞ്ഞ കലാരൂപം കൂടി ഉണ്ടായിരുന്നു, മഞ്ഞ മുഖം മൂടി വെച്ചിട്ടുള്ളത്. അതിന് പറയുന്നത് ചെല്ലൂരായ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ആ അമ്പലമുറ്റത്ത് തന്നെ നിലത്തിരുന്നിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. പാള പ്ലേറ്റിലാണ് ഭക്ഷണം. ഇവിടെ എന്ത് ഫെസ്റ്റിവൽ ഉണ്ടായാലും ഈ ഒരു ഐറ്റം മെയിനാണ്. ഇതാണ് റാഗി മുദ്ദ. ഇതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും കൂടി ഉണ്ടാവും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ്. ഓരോ അമ്പലത്തിലെയും ദൈവങ്ങൾ പ്രതിഷ്ഠ നമ്മളിവിടെ കൊണ്ടുവരും. എന്നിട്ട് ഉള്ള ചടങ്ങാണ് ഇത് കാണുന്നത്. ഇവിടെ ഓരോ ഗ്രാമങ്ങളിലും സെപ്പറേറ്റ് ആയിട്ടാണ് ജാത്രകൾ ഉണ്ടാവാറുള്ളത്. പ്രധാനമായിട്ടും 3 ദിവസമാണ് ജാത്രയുള്ളത്. ഇത് 3-ാമത്തെ ദിവസത്തെ ആചാരങ്ങളാണ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. ഇവിടുത്തെ ആചാരങ്ങളും നമ്മളെ നാട്ടിലേതും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കലാരൂപത്തെയാണ് ചെല്ലൂരായ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് ആളുകൾക്ക് ദർശനം കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ഒരുപാട് ആചാരങ്ങൾ ഈ നാട്ടിലുണ്ട്. ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ ജാത്ര. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും കർണാടകയിലെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തോളൂ കേട്ടോ.